ഇപ്പോൾ ഒരുപാട് പിള്ളേർക്ക് മഞ്ഞപ്പിത്തമായിട്ട് നമുക്ക് ഒ പിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരാം? ഹായ്, ഞാൻ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഇൻ ചിൽഡ്രൻ, മഞ്ഞപ്പിത്തം, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഇപ്പോൾ ഒരുപാട് പിള്ളേർക്ക് മഞ്ഞപ്പിത്തമായിട്ട് നമുക്ക് ഒ പിയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരാം? അതായത് വെള്ളത്തിൽ കൂടെയോ ഇല്ല ഭക്ഷണത്തിൽ കൂടെയോ ആണ് പകരാൻ സാധ്യതയുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് പിള്ളേർക്ക് എന്തൊക്കെ അസുഖങ്ങളായിട്ട് നമ്മൾ ഒ പിയിലോട്ട് വരും? പനിയായിട്ട് വരും, ഛർദിയായിട്ട് വരും, ക്ഷീണം ഉണ്ടാവും, ശരീരത്തിൽ മഞ്ഞ കാണുന്ന രീതിയിലും ഉണ്ടാവും. അപ്പോൾ ഇത് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് ലിവറെയാണ് ബാധിക്കുന്നത്. ലിവറിൽ ബാധിച്ച ലിവർ എൻസൈംസും സംടൈംസ് ലിവറിലെ ഫെയിലിയർ വരെ പോകാം. ചിലപ്പോൾ അത് കാരണം കൊണ്ട് ചിലപ്പോൾ കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പോൾ നമുക്ക് തലച്ചോറും കൂടെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്താ പ്രത്യേകിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്, പേഴ്സണൽ ഹൈജീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ കുക്ക്ഡ്, വെരി വെൽ കുക്ക്ഡ് ഫുഡ്, അതേപോലെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇതില്ലാതെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻസ് ആൾസോ അവൈലബിൾ. ഇത് നമുക്ക് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് നമുക്ക് യൂസ് ചെയ്യാം. 2 ഡോസായിട്ടാണ് അവൈലബിൾ. ഇത് ഗവൺമെൻറ് വാക്സിൻസിൽ അവൈലബിൾ ഇല്ല. വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. താങ്ക് യു.